കേരളത്തിൽ നിലവിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ ഒരു അവസ്ഥ വെച്ച് ഏറ്റവും പുതിയ നെറ്റ്ഫ്ലിക്സ് സീരീസ് ആയിട്ടുള്ള അഡോളസൻസ് ഇറക്കാൻ ഇതിലും നല്ലൊരു സമയം വേറെയില്ല എന്ന് വേണമെങ്കിൽ പറയാം. ടീനേജ് വിദ്യാർത്ഥികളൊക്കെ അവരുടേതായ ഒരു പാരലൽ യൂണിവേഴ്സിൽ ജീവിച്ച് കാട്ടിക്കൂട്ടുന്ന അക്രമങ്ങളുടെ വാർത്തയാണ് നമ്മൾ ഓരോ ദിവസവും വാർത്തകളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഇത്തരം വാർത്തകളോടുള്ള മുതിർന്നവരുടെ പ്രതികരണം ഇവരെയൊക്കെ പഴയ മോഡലിൽ തല്ലി വളർത്തണമെന്നാണ്. നിങ്ങളൊരു ടീനേജ് കുട്ടിയുടെ പാരന്റ് ആണെങ്കിൽ നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഇന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, ഇത്രയും അധികം ഇന്റർനെറ്റ് സ്വാധീനമുള്ള ഒരു കാലഘട്ടത്തിൽ എങ്ങനെ ഒരു കുട്ടിയെ വളർത്തുമെന്നത്. ഒരർത്ഥത്തിൽ അമിതമായി സ്നേഹവും സ്വാതന്ത്ര്യവും കൊടുത്ത് ഞങ്ങൾ നല്ല രീതിയിലാണ് വളർത്തുന്നത് എന്നൊരു ഡിലൂഷണൽ ആത്മവിശ്വാസമുള്ളവരുടെ ആ ഒരു ബബിള് പൊളിച്ചു കളയുന്ന തരത്തിലുള്ള സീരീസാണ് അഡോളസൻസ്. UK-യിലാണ് കഥ നടക്കുന്നത്. 13 വയസ്സുള്ള ജേമി എന്ന പയ്യനെ അവിടുത്തെ പോലീസ് സർവ്വസന്നാഹത്തോടും കൂടി വന്ന് വീട് തകർത്ത് അറസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ ആദ്യം തന്നെ കാണുന്നത്. അവന്റെ സഹപാഠിയെ അവൻ കൊന്നു എന്ന സംശയത്തിലാണ് പോലീസ് അവനെ അറസ്റ്റ് ചെയ്യുന്നത്. പോലീസ് അവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ആകപ്പാടെ ഭയപ്പെട്ട അവന്റെ കുടുംബം സ്റ്റേഷനിലേക്ക് അവന്റെ ഒപ്പം പോവുകയും ചെയ്യുന്നു. അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ആ സീരീസിൽ കാണുന്നത്. കൊലപാതകി ആരാണെന്ന് കണ്ടുപിടിക്കുന്ന തരത്തിലുള്ള ഒരു ത്രില്ലർ അല്ല അഡോളസൻസ്, മറിച്ച് നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് പാരന്റിങ്, ഒരു ക്യാരക്ടർ സ്റ്റഡിയുടെ ഫോർമാറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ള സീരീസാണിത്. നന്നേ ചെറിയ പ്രായത്തിൽ തന്നെ ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ഒരുപാട് ടെക്നോളജികളിലേക്ക് ആക്സസ് കിട്ടുന്ന കുട്ടികളാണ് ഇന്നുള്ളത്. കൗമാരപ്രായം വളരെയധികം കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രായം കൂടിയാണ്. ആ പ്രായത്തിൽ ഉണ്ടാകുന്ന ശാരീരികമായ മാറ്റങ്ങൾ സ്വാഭാവികമായും അവരിൽ പലതരത്തിലുള്ള കൗതുകമുണ്ടാക്കും. എല്ലാ തലമുറയിലുള്ളവരും ഇതിലൂടെ കടന്നുപോയിട്ടുള്ളവർ തന്നെയാണ്. മാറിയ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന കുട്ടികളെ ശരിയായ രീതിയിൽ ഗൈഡ് ചെയ്തില്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഗുരുതര പ്രത്യാഘാതങ്ങളിലേക്കാണ് ജാക്ക് തോണും സ്റ്റീഫൻ ഗ്രാമും നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഒരു കൂട്ടം വിദ്യാർത്ഥികൾ കൂടെയുള്ള ഒരുത്തനെ കൊലപ്പെടുത്താൻ കാണിച്ച പ്ലാനിങ് കേരള മനസാക്ഷിയെ ഈ അടുത്ത് പിടിച്ചു കുലുക്കിയ ഒന്നാണ്. 13 മാസം നീണ്ടു നിൽക്കുന്ന ഒരു സംഭവത്തിന്റെ വെറും 4 മണിക്കൂറായിരിക്കാം അഡോളസൻസ് എന്ന സീരീസ് കാണിച്ചു തരുന്നത്. പക്ഷേ ഈ വിഷയത്തിന്റെ സങ്കീർണതയിലേക്ക് ആഴത്തിലിറങ്ങാൻ സീരീസിന് സാധിക്കുന്നുണ്ട്. ആകമൊത്തത്തിലുള്ള തിരക്കഥയുടെ ഒരു ഘടന നോക്കിയാൽ ഇതിലെ കഥാപാത്രങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുകയാണെങ്കിലും ഇതെല്ലാം കാണുന്ന ഓഡിയൻസിന് ഒരുപക്ഷെ ഇനി വരുന്ന തലമുറയെങ്കിലും ഇപ്പോഴത്തെ തലമുറയെ ഗ്രസിച്ചിട്ടുള്ള മാനോസ്ഫിയർ കൾച്ചറിൽ നിന്നും മാറ്റിയെടുക്കാൻ ഏത് ലെവലിൽ പണി തുടങ്ങണം എന്നതിൻ്റെ ഒരു ഗൈഡൻസ് സീരീസ് കൊടുക്കുന്നുണ്ട്. ചെറിയ കുട്ടികളെ എന്താണ് ബാധിക്കുന്നത് എന്ന ചർച്ചയിൽ വിഷയമാകേണ്ട പല കാര്യങ്ങളുമാണ് ഓരോ എപ്പിസോഡിനും ഡെസിഗ്നേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 13-കാരനിൽ നിന്നും പ്രതീക്ഷിക്കാത്തൊരു കാര്യത്തിന്റെ ഷോക്ക് തന്നെയാണ് ആദ്യത്തെ എപ്പിസോഡ് ഫോക്കസ് ചെയ്യുന്നത്. ഒരു അറസ്റ്റിന്റെ പ്രൊസീജിയറൽ സ്വഭാവം അതിലൂടെ അവർ നമുക്ക് കാണിച്ചു തരുന്നുണ്ടെങ്കിലും താൻ ഒന്നും തെറ്റായി ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ജേമിയുടെ കോൺഫിഡൻസ് ആണ് അതിൽ നമ്മളെ ഞെട്ടിക്കുന്നത്. രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് വരുമ്പോൾ സ്കൂൾ എന്ന സ്പേസ് ഇന്നത്തെ കാലഘട്ടത്തിൽ എത്രത്തോളം മാറിയിട്ടുണ്ട് എന്ന് അവർ കാണിച്ചു തരുന്നു. സഹപാഠിയെ ബുള്ളി ചെയ്യുന്നവർക്ക് പോലും കുറ്റം കണ്ടെത്തിയാൽ ഒരു തരിമ്പ് പോലും പശ്ചാത്താപമില്ലാത്ത സാഹചര്യമാണുള്ളത്. മക്കളെ വളർത്തുമ്പോൾ അവരുമായി സ്ഥിരമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യവും അവരുടെ ഇൻസ്റ്റാഗ്രാം ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാതാപിതാക്കൾക്ക് കുറച്ച് ധാരണ ഉണ്ടാകേണ്ടതിന്റെ ആവശ്യവും സീരീസ് പറഞ്ഞു വെക്കുന്നുണ്ട്. വളരെ ഒതുങ്ങിയ ഒരു സ്പേസിൽ നടക്കുന്ന 3-ാമത്തെ എപ്പിസോഡ് ഒരർത്ഥത്തിൽ പൂർണ്ണമായും ജേമി എന്ന നമ്മുടെ കേന്ദ്ര കഥാപാത്രത്തിന്റെ മൈൻഡ് സ്പേസ് ആണ് തുറന്നു കാണിക്കുന്നത്. കൗമാരപ്രായത്തിലുള്ള അവന്റെ ചിന്തകൾ ആ പ്രായത്തിലൂടെ കടന്നുപോയിട്ടുള്ള നമ്മൾ ഓരോരുത്തർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്നത്തെ സോഷ്യൽ മീഡിയ ഉപയോഗം ആ ഒരു വൾണറബിൾ ഏജിലുള്ള ഒരു കുട്ടിയെ ഏത് ലെവലിൽ മാറ്റുന്നു എന്നത് ആ എപ്പിസോഡിൽ വരുന്ന കൗൺസിലിംഗ് ചെയ്യുന്ന വ്യക്തിയെ പോലെ നമ്മൾക്കും ഒരു നീണ്ട നെടുവീർപ്പോടു കൂടിയേ കണ്ടു തീർക്കാൻ പറ്റൂ. മുതിർന്നവർക്കുള്ള ഈ സീരീസിൽ നിന്നുള്ള ടേക്ക് അവേ ഒരുപക്ഷെ ഏറ്റവും അവസാനത്തെ എപ്പിസോഡിലാണ്. പുതുതലമുറയിലെ അച്ഛനമ്മമാരിൽ പലരും അവരുടെ ചെറുപ്പത്തിൽ അവർ അനുഭവിച്ച വേദനകളോ ഒറ്റപ്പെടലോ സ്വന്തം കുട്ടി അനുഭവിക്കരുത് എന്ന് കരുതി കുട്ടികൾക്ക് എല്ലാ സൗകര്യവും കൊടുക്കുന്നുണ്ട്. അവർ ജീവിച്ച കാലഘട്ടത്തിലല്ല ഇപ്പോഴത്തെ കുട്ടികൾ ജീവിക്കുന്നത് എന്ന കാര്യം പലപ്പോഴും അക്കൂട്ടർ മറന്നു പോകുന്നുണ്ട്. കുടുംബം എന്ന സെറ്റപ്പ് കുട്ടികൾക്ക് അവരുടെ എന്ത് കാര്യവും തുറന്നു പറയാനുള്ള ഒരു സേഫ് സ്പേസ് ആവുക എന്നതിലാണ് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്നത് തന്നെയാണ് അഡോളസൻസ് പറയാതെ പറയുന്നത്. ഇതിനു മുന്നേ ബോയിലിംഗ് പോയിന്റ് എന്ന സിംഗിൾ ഷോട്ട് സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള ഫിലിപ്പ് ബാരന്റീനിയാണ് ഈ സീരീസ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ബോയിലിംഗ് പോയിന്റിന്റെ സിനിമാറ്റോഗ്രാഫർ ആയിട്ടുള്ള മാത്യു ലൂയിസുമായി ചേർന്ന് ഈ സീരീസിലെ ഓരോ എപ്പിസോഡും സിംഗിൾ ഷോട്ടായിട്ടാണ് അവർ എടുത്തിട്ടുള്ളത്. ശ്രമകരമായ ഈ കാര്യം ഒരു തരത്തിലും ഒരു വിഷ്വൽ ഗിമ്മിക്കായി മാറുന്നില്ല. തിരക്കഥ ഒരു സ്ഥലത്ത് നടക്കുന്ന കാര്യം തന്നെ ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ എഴുതപ്പെട്ടിട്ടുള്ളത് കൊണ്ട് റിയൽ ടൈമിൽ കാര്യങ്ങൾ കാണിക്കുന്ന ഈ ഒരു ശൈലി നമ്മളിൽ ഉദ്വേഗം ജനിപ്പിക്കുകയും പലപ്പോഴും ഒറ്റയിരുപ്പിന് കണ്ടു തീർക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഓരോ എപ്പിസോഡും സിംഗിൾ ഷോട്ട് ആയതുകൊണ്ട് എഡിറ്റുകൾ വരുന്നില്ല. വൈഡ് ഷോട്ടുകളും ക്ലോസപ്പ് ഷോട്ടുകളും കഥാപാത്രങ്ങളുടെ സിമെട്രിക്കൽ ആയിട്ടുള്ള 2 ഷോട്ടുകളും കാണുമ്പോൾ ഹന്ന ക്രിസ്റ്റോഫ് നടത്തിയിട്ടുള്ള സ്ക്രിപ്റ്റ് എഡിറ്റിംഗ് സീരീസിനൊരു റിതം കൊണ്ടുവരുന്നതിന് ഏറെ സഹായം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കേന്ദ്ര കഥാപാത്രമായ ജേമി മില്ലറിനെ അവതരിപ്പിച്ച ഓവൻ കൂപ്പർ ഗംഭീര പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്.
അവൻ്റെ നിസ്സഹായാവസ്ഥയാണ് നമ്മൾ ആദ്യ എപ്പിസോഡിൽ കാണുന്നതെങ്കിൽ എറിൻ ഡോഹേട്ടിയുള്ള 3-ാം എപ്പിസോഡിൽ ആ കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥ തുറന്നു കാണിച്ചു തരുന്ന ഭാഗത്ത് കൂപ്പറിൻ്റെ പെർഫോമൻസ്, അവൻ്റെ റേഞ്ച് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. എഡി മില്ലർ എന്ന ജേമിയുടെ അച്ഛൻ്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് ഈ സീരീസിൻ്റെ കോ റൈറ്ററും കോ ക്രിയേറ്ററും കൂടിയായ സ്റ്റീഫൻ ഗ്രാം ആണ്. അദ്ദേഹവും ആ കഥാപാത്രമായി ജീവിക്കുകയായിരുന്നു. ഓവൻ കൂപ്പറിന് 2-ാമത്തെ എപ്പിസോഡിൽ ലഭിച്ചതുപോലെ സ്റ്റീഫൻ ഗ്രാമിന് തൻ്റെ അഭിനയം കൊണ്ട് നമ്മളെ വിസ്മയിപ്പിക്കാനുള്ള അവസരം ലഭിക്കുന്നത് 4-ാമത്തെ എപ്പിസോഡിലാണ്. ക്രിസ്റ്റീൻ ട്രിമാർക്കോയുടെ കൂടെ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള സീരീസിലെ അവസാന നിമിഷങ്ങൾ ഹാർട്ട് ബ്രേക്കിംഗ് ആണ്. കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് വന്നിട്ടുള്ള ആഷ്ലി വാൾട്ടേഴ്സ് ആ കഥാപാത്രത്തിലേക്ക് ഒരു ഹ്യൂമൻ എലമെന്റ് നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇമോഷനുകളുടെ ട്രാൻസിഷനുകളും ഇവന്റുകളുടെ സ്റ്റേജിങ്ങും തന്നെയാണ് ഈ ഒരു സീരീസിനെ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു സൃഷ്ടിയാക്കി മാറ്റുന്നത്. പക്ഷെ എല്ലാത്തിൻ്റെയും നടുവിൽ വളരെ പ്രധാനപ്പെട്ട, ഇന്നത്തെ സമൂഹത്തിൽ തീർച്ചയായും ചർച്ചയാകേണ്ട പുരുഷത്വം എന്നതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ഒരു ചർച്ച നടക്കുന്നുണ്ട്. ആൻഡ്രൂ ടൈറ്റനെ പോലെയുള്ള ടോക്സിക് ഇൻഫ്ലുവൻസർമാർ നമ്മുടെ സമൂഹത്തിൽ കുറവൊന്നുമല്ല. അത്തരക്കാരുടെ വാക്കുകൾ ഏത് തരത്തിൽ, ഏത് ലെവലിൽ കൗമാരക്കാരെ സ്വാധീനിക്കുന്നു എന്നതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് അഡോളസൻസ്. ഇത്രയുമായിരുന്നു ഈ സീരീസിനെ കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്